തനിക്കുള്ള പിന്തുണ മറ്റൊരാൾക്കെതിരായ വിദ്വേഷ പ്രചാരണമായി മാറരുതെന്ന നടൻ ആസിഫ് അലി. സംഗീതജ്ഞൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷം ആദ്യമായി പൊതുവേദിയിലെത്തിയപ്പോഴായിരുന്നു ആസിഫ് അലിയുടെ പ്രതികരണം. എനിക്ക് അതിൻ്റെ അകത്ത് 100% ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം. അല്ലാതെ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. എന്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ്. ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല. കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒന്നുമില്ല. അതൊരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലായിരുന്നു പരിപാടി. വിദ്യാർത്ഥികളും ആസിഫ് അലിക്ക് പിന്തുണയുമായി രംഗത്തെത്തി. നിതിൻ അംബുജൻ കൊച്ചിയിൽ ചേരുന്നു. നിതിൻ, ഇന്നലെ വലിയ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളടക്കം ചർച്ചയായ അപമാനിക്കപ്പെടൽ വിവാദമാണ്. അതിൽ ആസിഫ് അലിയുടെ പ്രതികരണം വരുന്നു. തനിക്കുള്ള പിന്തുണയ്ക്ക് നന്ദി പറയുമ്പോഴും ആ പിന്തുണയിൽ മറ്റൊരാൾക്ക് വേദന ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ കൃത്യമായ ആസിഫ് അലി നിലപാട് വ്യക്തമാക്കുകയാണ്. വിശദാംശം. സുഹേൽ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ നിലപാട് ഇപ്പോൾ ആസിഫ് അലി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി സിനിമാ ലോകവും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് രമേശ് നാരായൺ ആസിഫ് അലി വിവാദമാണ്. ആ വിവാദങ്ങളിലാണ് ഇപ്പോൾ ആസിഫ് അലി വിശദമായി തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നേരത്തെ ഈ പരിപാടിയുടെ ഈ ട്രെയിലർ ലോഞ്ചിങ്ങിടെ ആസിഫ് അലി ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണം നടത്തിയെങ്കിൽ പോലും ഇപ്പോൾ വിശദമായി തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ ചില ആശയക്കുഴപ്പം അതിൽ പറ്റിയതാകാം. അത്തരമൊരു സന്ദർഭമായി ഇന്നലെ അതിനെ കണക്കാക്കിയാൽ മതിയെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്ക് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന പിന്തുണ അത് മറ്റൊരാൾക്ക് നേരെയുള്ള വിദ്വേഷ പ്രചാരണമായി മാറിയതെന്നാണ് ഇപ്പോൾ ആസിഫ് അലി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ ഉണ്ടായ സംഭവവികാസങ്ങൾ അദ്ദേഹം അത് വിശദമായി തന്നെ സംസാരിച്ചു. ആദ്യം രമേശ് നാരായണന്റെ പേര് വിളിക്കാൻ മറന്നു. അതിനുശേഷം പിന്നീട് പേര് തെറ്റിയായിരുന്നു വിളിച്ചത്. ഇതിലടക്കം രമേശ് നാരായണ ചില അതൃപ്തി ഉണ്ടായേക്കാം. സ്വാഭാവികമായിട്ടും അത് മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ഒരു അതൃപ്തിയാണ്. അതിൽ നിന്ന് രൂപപ്പെട്ട ഒരു സംഭവമായി തന്നെ ഇതിനെ താൻ കാണുന്നു. ഇതൊരു അടഞ്ഞ അധ്യായമായി കണക്കാക്കാൻ താൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ഓപ്പൺ ചാപ്റ്റർ കൂടിയല്ല തനിക്കെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ മാപ്പ് പറയുന്ന നിലയിൽ വരെ സംഭവവികാസങ്ങൾ കൊണ്ടെത്തിച്ചതിൽ തനിക്ക് അതിയായ വിഷമമുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ രമേശ് നാരായൺ ആസിഫ് അലിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ലഭിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ അദ്ദേഹം ഫോണിൽ രമേശ് നാരായണുമായി സംസാരിച്ചു. അദ്ദേഹം മാപ്പ് പറഞ്ഞൊരു നിലയിൽ അദ്ദേഹം സംസാരിച്ചതാണ് ഇപ്പോൾ രമേശ് നാരായൺ ആസിഫ് അലി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തനിക്ക് അതിയായ വിഷമമുണ്ട് ഈ ഒരു വിഷയം ഈ നിലയിലേക്ക് അത് രൂപപ്പെട്ടതിൽ. മാത്രമല്ല മനുഷ്യ സഹജമായി പല പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ ഒരു സംഭവവികാസമായി ഇതിനെ കണക്കാക്കിയാൽ മതിയെന്നാണ് ആസിഫ് അലി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി മറ്റൊരു തരത്തിലൊരു പ്രതികരണങ്ങളിലേക്കില്ല. അതെല്ലാം തന്നെ ഒരു അടഞ്ഞ അധ്യായം തന്നെ നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനിയും ഒരു അവാർഡ് നൽകുന്ന ഒരു അവസരം ഉണ്ടായാൽ താൻ അതിനെ അഭിമാനത്തോടുകൂടി തന്നെ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് ഈ സംഭവത്തെക്കുറിച്ച് വിശദമായി തന്നെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ഹേറ്റ് ക്യാമ്പയിനായി രമേശ് നാരായണനെതിരെ മാറരുത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ പിന്തുണയ്ക്കുന്നവരുടെ മുമ്പാകെ തന്നെ ആസിഫ് അലി മുന്നോട്ട് വെച്ച ആവശ്യം. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. താൻ അപമാനിക്കപ്പെട്ടെങ്കിലും തനിക്ക് ദുരനുഭവം നേരിട്ടയാളുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കുന്ന പക്വതയുള്ള പ്രതികരണമാണ് ആസിഫ് അലി നടത്തിയത്.